Yes. So, ഇവാനിയോസ് തിരുമേനിയെ പറ്റിയുള്ള എങ്ങനെയാണ് ക്ലാസ് ഒക്കെ നടത്തിയത്? പറ്റിയുള്ള അറിവ് 1949 പട്ടം അരവനയിൽ ചെന്ന് ഇവിടെ കുടി. അന്ന് ആദ്യം നിങ്ങളെ 9 പേരെ സുറിയാനി പഠിപ്പിക്കാൻ സ്കൂളിൽ തുടങ്ങിയത്. പിതാവാ പഠിപ്പിക്കുന്നത്. അച്ഛന്മാരുടെ പേര് ജോർമറ്റ് അച്ഛൻ്റെ എലിഞ്ഞിൽ ചില പേര് ഇട്ടുണ്ട് സ്കൂളിലെ റെക്കോർഡില്. പക്ഷെ പിതാവാ ഞങ്ങളെ സുറിയാനി അത് ആദ്യം തുടങ്ങിയത് അക്ഷരം പോലെ ഇത്രയും പറഞ്ഞ സുറിയൻ അക്ഷരം എല്ലാം വരും. പിതാവ് പഠിപ്പിച്ചതാ. അത് കഴിഞ്ഞ് പിതാവ് ആദ്യം പറഞ്ഞു അമ്മ പിതാവ് കർത്താവിനോട് സംസാരിച്ച ഭാഷ സംസാരിക്കാൻ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടമില്ല. മുസ്ലിം അവരുടെ 3 വയസ്സാകുമ്പോൾ അവരുടെ പിള്ളേരെ അറബി പഠിപ്പിക്കും, ബ്രാഹ്മണര് സംസ്കൃതം പഠിപ്പിക്കും. പക്ഷേ ഇവിടെ അമ്മയോട് സംസാരിച്ച ഭാഷ പഠിക്കാൻ ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് ആഗ്രഹമില്ല എന്ന് പറഞ്ഞിട്ടാ തുടങ്ങിയത്. നമുക്കത് പറ്റില്ല, നമുക്ക് തുടങ്ങണം. അതുകൊണ്ട് തുടങ്ങില്ല. അങ്ങനെ ഈ ആറ്റുമുതൽ തുടങ്ങി അച്ഛനും മോനെ കൊണ്ട് പഠിപ്പിക്കാൻ തുടങ്ങി. രാവിലെ സമയം കിട്ടുമ്പോൾ വിളിക്കും. അപ്പോൾ ഞാൻ അന്ന് പ്രീഫെക്റ്റാണ്. സെമിനാറിൽ 49 പേരുണ്ട്. പ്രീഫെക്റ്റാണ് ഞാൻ. അപ്പോൾ എന്നെ വിളിച്ച് പറയും ക്ലാസ്സിൽ നാളെ ഇന്നെഴുതുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പിതാവ് വിശുദ്ധ കുർബാന ചൊല്ലാൻ ദിവസം കഴിയുന്ന ദിവസങ്ങൾ പറയും, തലേദിവസം പറയും നാളെ നമുക്ക് ചൊല്ലാം. അപ്പോൾ ഞാൻ ചെന്ന് ഉപ്പായിട്ട് എടുത്തുകൊണ്ട് കൂടെ കൊണ്ട് കൊടുക്കും. അവിടെ രീതിക്ക് കഴിക്കുക. പിതാവിൻ്റെ ഇടത്ത് എൻ്റെ വൈ പിതാവിൻ്റെ അരക്കും പിടിച്ചുകൊണ്ടാണ് വരുന്നത്. എന്നിട്ട് വാതൊക്കെ വന്ന് നിൽക്കും. അപ്പോൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ പിതാവ് പറയും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനത്തിന് മുമ്പായി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സ്വർഗീയ സൗഭാഗ്യ അനുഭവിപ്പാൻ നിങ്ങൾ യോഗ്യരാകുവിൻ എന്ന് പിതാവ് കൽപ്പിക്കുമ്പോൾ ഞാൻ തുടങ്ങും. والمولود مسكولهم آخو خبرو دنبيه بارود غموت بدشليه كانونو أكيديوم. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. ഇപ്പോഴും നല്ലപോലെ പഠിക്കുന്നു. അതിന് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കുർബാനയ്ക്ക് ഉള്ള കസായെല്ലാം പഠിപ്പിച്ചു കൊടുക്കും. ആരെ കൊണ്ട് പിടിപ്പിക്കും. ഞാൻ എനിക്ക് അവന് പൊടിച്ച് എണ്ണിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ കൂടെ നിൽക്കണം. അതുകൊണ്ട് ഞാൻ പുറത്തൊന്നും പിടിച്ചിരുന്ന ചിലപ്പോൾ തുക കുറ്റിയെടുക്കും, ചുരുക്കുവാനുള്ളൂ. ഇത് എന്നെ തുടങ്ങുമ്പോൾ വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ Wadkulahun Eramarmalko Ikidoyo Romalse Davos Mayono Audisau Bagione Lomo Yuto Kabel Vesodu Daibuse Alofaye Pulkona Kule Genso Davinaino Show Vesgasha Ben Kadisho Wamsha Bakato Sultagiso Yunda Saloho Maria Hello to hello Pai Avo Marino Show Vesneva Alopai Macho Aloho Dila Tabu Mautela Mautan Dose Ukadile Visau Haduman Viso Yuso Kadishuto Shavio Yesu Vesugedu Vetsava Amwabo Ruho Ayokadisho Osal Kula കാദീശ അത് കഴിഞ്ഞിട്ട് സുറിയാന്റെ പ്രത്യേകത ആദ്യം വേറെ ഭാവിച്ചിരിക്കുന്നത് കാദീശാത്ത് പരിശുദ്ധനാകുന്നു നീ ദൈവമേ. നമ്മൾ ദൈവമേ നീ പരിശുദ്ധനാകുന്നു നമ്മൾ പറയും. പക്ഷെ തിരുവാൻ തിരിച്ചാ പറയുന്നത് വേറെ ആദ്യം ചേർന്ന്. അങ്ങനെ
Aluhu Kadishat Ayal Sono Lebadal Pain Matthew Aluhu Dila Tamu Mountain Mautan തെറ്റിയതാ കാദിച്ച പറഞ്ഞിട്ടേ കാദിച്ച താലു പറഞ്ഞിരുന്നേ പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാം ഉണ്ടാകും. എത്ര പേര് അന്നത്തെ പ്രധാനപ്പെട്ട ക്ലാസ്മേറ്റ്സ് ആരൊക്കെയാണ്? ആരൊക്കെയാണ് അന്ന് പന്തോളിൽ വെച്ച് നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ്? പന്തോളിൽ ഫിലിപ്പ് പന്തോളി അന്ന് അവിടുത്തെ ട്രസ്റ്റിയാ ഫിലിപ്പ് പന്തോളി. അവിടെ വന്നപ്പോൾ മഞ്ചേരി വന്നപ്പോൾ എന്റെ പ്രിൻസിപ്പാലായി. അപ്പൊ എന്നോട് ഞാൻ മെമ്മയ്ക്ക് പോയപ്പോൾ പറഞ്ഞു, ഇതാ നീ പഠിച്ച് അന്ന് ഇങ്ങ് വരണം, ഇവിടെ നമ്മുടെ പിള്ളേരെ കൊണ്ട് 65 തുടങ്ങിയ കോളേജാ. ഞാൻ 68 അവിടെ എന്റെ കോളേജിൽ 68 ഞാൻ പാസ്സായി വന്നു. അത് നമ്മളെ കൊണ്ട് നമ്മുടെ പിള്ളേരെ കൊണ്ട് നടക്കണം, പിന്നെ പോലെ ഉള്ളവരൊക്കെ എനിക്ക് വേണം. ഞാൻ പറഞ്ഞു ആട്ടച്ചൊന്ന് പറഞ്ഞു. അന്ന് വന്ന് അപ്പൊ എന്നെ സെമിനാരിയിലെ എല്ലാ കാര്യങ്ങൾക്കും ജോലി എനിക്കാണ്. കാരണം ഞാൻ പ്രീവെറ്റ് ആയതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യണം, എല്ലാം ചെയ്യണം. അതുകൊണ്ട് തരാൻ പറ്റും. എനിക്ക് കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ കിട്ടിയിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും റമ്പാച്ചനുടനെ വിളിക്കും, വരിടാ ഹാർഡ് വർക്ക് വിളിച്ചുകൊണ്ടിരാൻ പറയും. എന്റെ പേര് ഹാർഡ് വർക്കിംഗ് ആയതുകൊണ്ട് റമ്പാച്ചൻ എന്ന പേര് ഹാർഡ് വർക്കിംഗ്. പന്തോളിൽ അച്ഛൻ അവസാനം വരെ എന്നെ ഹാർഡ് വർക്കിനെ വിളിക്കും. അച്ഛൻ്റെ പ്രത്യേകത ഹാർഡ് വർക്ക്. അച്ഛനെ ഈ വന്നു കഴിഞ്ഞ് ഇവിടെ വന്ന് കോളേജ് വന്നു കഴിഞ്ഞ് ഇവിടെ വന്ന് ഇങ്ങനെ എല്ലാം ഒരു സഹോദരങ്ങളെ പോലെ എല്ലാം കാര്യങ്ങളും നമുക്ക് ചെയ്യുമായിരുന്നു. ദൈവം ഇങ്ങനെ ഒത്തിരി കരുണകൾ തന്നിട്ടുണ്ട്. അത് വലിയ പിതാവിൻ്റെ പ്രാർത്ഥനയും വൈകിട്ട് ഒരു 8 മണിയാകുമ്പോൾ പിതാവിൻ്റെ മുറി ചെല്ലും. 8:30 ഇതിനോട് പറയണ പ്രാർത്ഥിക്കാം, ഞാൻ പ്രാർത്ഥന ചൊല്ലണം, പിതാവും പുത്രനും മൂലം കൊണ്ട് തുടങ്ങണം. അതുപോലെ പ്രേമന്റെ ബോധുമായി ഇതും എല്ലാം ഞാൻ ചൊല്ലണം. പിതാവ് അത് കേട്ടുകൊണ്ട് ധ്യാനിച്ചു കിടക്കും. അങ്ങനെ കഴിഞ്ഞ് ഉറങ്ങുന്ന സമയമാകുമ്പോൾ പറയും, നീ പോയി ഉറങ്ങിക്കോ. ഞാൻ പറയും വേണ്ട, പിതാവ് ഉറങ്ങി കഴിഞ്ഞാൽ ഞാൻ പോകുള്ളൂ. ഞാൻ അവിടെ ഇരിക്കും, പിതാവ് ഉറങ്ങുന്നിടം വരെ അവിടെ ഇരിക്കും. ചില ദിവസം നീ പോയില്ലയോടാ, എൻ്റെ പിതാവ് എനിക്ക് സമയം വേറെ 5 മണിക്കൂർ മതി, ഞാൻ പിതാവ് ഉറങ്ങി കഴിഞ്ഞാൽ പോകണം. ഇടയ്ക്ക് വല്ല വെള്ളമെല്ലാം കുടിക്കാനൊക്കെ ചോദിക്കും, അതൊക്കെ ചെയ്യണം. അത് തന്നെ ഒരു ദിവസം പുള്ളിക്ക് അസുഖം വന്നായിരുന്നു. അസുഖം വന്നിട്ട് അമേരിക്കയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഞങ്ങളുമായിട്ട് കൂടുതൽ അടുക്കുന്നു. പിന്നെ പിതാവ് ഇങ്ങനെ കുർബാന ചൊല്ലിന്ന് തുടങ്ങി നോക്കും. നമ്മുടെ കുർബാന കഴിഞ്ഞിട്ട് എവിടെയും പോയാൽ മതി, വരാൻ പറയുന്നു. ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വന്നു. എന്നിട്ട് പറയുന്നത് അവൻ നമ്മെ ദേഹം നോവാതെ പിടിച്ചോണ്ട് പോകും. പിതാവിന്റെ അങ്ങനെ പിടിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞ ഇങ്ങനെ പിതാവിന്റെ താല്പര്യം അനുസരിച്ച് നമ്മളെങ്ങനെ പിടിക്കും കൊണ്ടുവരും. രാത്രി കിടക്കുന്ന സമയത്ത് ഒരു ദിവസം വൈകിട്ട് പറയാ, ഇതാ വാല്യക്കാരൊന്നും പോരാ, നീ എപ്പോഴും നമ്മുടെ അടുത്ത് കാണണം. കേട്ടപ്പോൾ ഞാനും വല്ലാതായി. അപ്പൊ വാഴ്ക്ക് നിന്നുകൊണ്ട് ഈ ജോലിക്കാരിപ്പുണ്ട്, ഡ്രൈവർ വർഗീസും ബോയും നിപ്പുണ്ട്. അവര് കേട്ടുകൊണ്ട് കീവർച്ചേക്ക് എന്തോ ഗുണോത്തര ബ്രദറെ, ഞങ്ങളൊന്നും ചെയ്യുന്ന പോരായോ? കീവർച്ചേന്റെ ചോദ്യമാണ്. ഞാൻ പറയാ ഒരു ഗുണോത്രവും ഇല്ല, പിതാവിനെ ഞാൻ ശുശ്രൂഷിക്കുന്നത് പിതാവിന് ഇഷ്ടമാണ്, അതുകൊണ്ട് വേറെ ഒരു ഗുണോത്രവും ഇല്ല. അത് ഇങ്ങനെ വെച്ചു. ചെറുപ്പം മുതലേ അത് താല്പര്യം തന്നെയില്ല. ഒരു ദിവസം രാത്രിയിലെ 11 മണിയായി പെട്ടെന്ന് വെട്ടി ഉണർന്നിട്ട്, എടാ വല്യപ്പം മരിച്ചിട്ട് എത്ര നാളായി? അവർ 117 എൻ്റെ ഓർമ്മ. അദ്ദേഹം നല്ലവനായിരുന്നു, നീയും അതുപോലാകണം. എൻ്റെ വല്യപ്പച്ചനെ പറ്റി കരക്കപ്പള്ളി ട്രസ്റ്റ് ചെയ്യായിരുന്നു. മുമ്പ് മേലേലി അച്ഛൻ ഒരു അച്ഛനായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അപ്പച്ചനെ ഇവിടുന്ന് ആശയാഴ്ച പിതാവിൻ്റെ കൂടെ 2 കാളവണ്ടിയിലെ അരി നെറ്റി കുത്തി അത് വെളിച്ചെണ്ണ പാട്ടക്കണക്കിന് അവിടെ തച്ചക്കുണ്ട്, ഒരുപാട് വെളിച്ചെണ്ണയും അതും പിന്നെ
എല്ലാം വെജിറ്റബിൾസ് ഏത്തക്ക വറുത്തത് പച്ച ഏത്തക്ക ഇതെല്ലാം ആയിട്ട് അങ്ങ് ചെല്ലുന്നത് ഒരാഴ്ചത്തേക്കുള്ള എല്ലാം കൊണ്ട് ചെല്ലും ഇവിടുന്നോ അതോ കുടുംബം ലാവേലി കുടുംബം ലാവേലി. അപ്പൊ ഇതെല്ലാം തിരുവനന്തപുരത്തിന് കൊണ്ടുപോകാറ് അത് അല്ലേ? ഇതെല്ലാം തിരുവനന്തപുരത്തിനാണ് കൊണ്ടുപോകുന്നത്. അതല്ല ഇവിടെ തിരുവനി പെരുന്നാടല്ലായിരുന്നു പെരുന്നാടാണ്. ഇവിടെ ഉള്ള സമയത്താണ് അതിന് തിരുവനന്തപുരത്തേക്ക് വേറെയുണ്ട്. എന്റെ മൂത്ത ജ്യേഷ്ഠന്റെ ലാവിന്റെ ക്ലാർക്കായിട്ട് തുടങ്ങി PV ഇവിടുത്തെ പട്ടണ തഹസീൽദാരാണ് ഒത്തിരി വർഷം. ഡിസ്ട്രിക്റ്റ് മുമ്പ് അനേക വർഷം ഇവിടുത്തെ തഹസീൽദാരായിരുന്നു. അച്ഛാൻ ലാവിന്റെ ക്ലാർക്കായിരുന്നു. അത് നമ്മുടെ MG കോളേജിന്റെ അടുത്ത കെട്ടിടമുണ്ട് ലാവിന്റെ. അവിടെ അത് ആദ്യം താമസിക്കുന്നത്. അവിടെ ആയിരുന്നു പ്ലാവ് സ്ഥലം മാറ്റി. പിന്നെ മറ്റേത് വാങ്ങിച്ചു. ആ കാലത്തെ CP രാമസ്വാമി അയ്യരില്ലേ, CP അത് അളന്ന് അവിടുത്തെ സ്ഥലമെടുത്ത് ആശുപത്രി തുടക്കാൻ തുടങ്ങി. ലാവ് അടിയും കൊണ്ട് അങ്ങ് ഇറങ്ങി. ഇങ്ങനെ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ ആരുടെയും വഴി ഇത് റോമിൻ്റെ എൻ്റെയുമല്ല. ഇവിടെ അവിടെ ഒരുത്തനും കയറാൻ അധികാരമില്ല. ഇവിടെ തന്നെ ഡൽഹിക്ക് വിളിച്ചു പറഞ്ഞു. ഡൽഹി അന്ന് അഡ്മിനിസ്ട്രേഷൻ എവിടെയില്ലേ സായി പഞ്ചി അന്നേ അവര് പറഞ്ഞപ്പോൾ അത് വിളിച്ചു സുഖിയോട് വിളിച്ചു പറഞ്ഞു വേണ്ട അവിടെ തുടർന്നാന്ന് പറഞ്ഞു. പിന്നെ പോയി. അപ്പോൾ CPക്ക് അപ്പോൾ വലിയ വിഷമമായി. അങ്ങനെ ഇരിക്കും പ്ലാവ് എന്തോരം ശരിയാണ്. എൻ്റെ ബ്രദറിൻ്റെ മകളെ മൂത്ത ബ്രദർ അച്ഛരാന്ന് പറഞ്ഞില്ലയോ, അച്ഛൻ അന്ന് പ്ലാവിൻ്റെ ക്ലാർക്കായിട്ട് അപ്പേഷൻ ക്ലാർക്കായിട്ട് അന്ന് ഈ ഫാത്തിമ ബേബി ഉണ്ടല്ലോ ഇവിടുത്തെ വലിയ പിള്ളേർ, അവർ ഒന്നിച്ചു വിളിക്കുക. അവരെ കാട്ടിക്കൊണ്ട് മാർക്ക് വാങ്ങിച്ചു അച്ഛനായി എൻ്റെ ചേട്ടൻ. പിന്നെ അന്ന് അവർ എല്ലാം വലിയ കുടുംബമല്ല അച്ഛനെ. ഞാൻ അച്ഛൻ ഇങ്ങനെ ഇവിടെ അത് പ്ലാവ് എൻ്റെ പറഞ്ഞു നാളെ നിങ്ങളെ CPയുടെ പിന്നെ പാലസ് വരെ പോകണം. അത് നിങ്ങൾ നാളെ 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കോട്ട് ഉടുപ്പം തയ്ക്കണം. നിനക്കും പിന്നെ വർഗീസിനും ഡ്രൈവർക്കും അമ്മയ്ക്കായിരുന്നു കോട്ടും ഉടുപ്പം കൊടുത്ത് തയ്പ്പിച്ചു കൊടുക്കാൻ വേണ്ടി അളവെടുക്കാൻ പാപ്പി എന്ന് ഒരു തയ്യക്കാരനാണ്. പാപ്പി ആർപ്പഴക്കാരൻ പാപ്പി മരുമോനും എല്ലാം കൂടെ തയ്യുന്നത്. അരമനത്തെ കുപ്പായൻ്റെ അച്ഛന്മാരുടെ അവരോ ഇയാളെ പാപ്പിച്ചാണ്. അപ്പോൾ അത് ചെന്നു തയ്ച്ചു അതും കൊണ്ടുവന്നു. ചെന്നപ്പോൾ പിതാവ് ഒരു ട്രേക്കകത്ത് ഒരു സമ്മാനം കവർ ചെയ്ത് വിട്ടിരിക്കുക. ഇത് നിങ്ങൾ കൊണ്ട് CP കൊടുക്കണം. ചെന്നപ്പോൾ കാരണം എന്താണെന്ന് ഈ സാധനം 3 കുപ്പി വൈനാണ്. അത് സ്പെഷ്യൽ വൈൻ ഉണ്ടാക്കിയതാണ്. പിന്നെ പൈനാപ്പിളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ വൈനാണ്. അതെ 3 കുപ്പി. CP വിളിച്ചു പറഞ്ഞു I am sending my boy and driver tomorrow morning to your palace. Please admit them. Please permission. Give them permission to enter your palace. ചെന്നപ്പോൾ CP റെഡിയായിട്ട് ജോലിക്കാർ പറഞ്ഞു ഗേറ്റ് പറ്റും. they are coming in my car Buick 300 അവർ വരുന്നത്. അതുകൊണ്ട് ഒരു സേവിക്കത് സന്തോഷമായിട്ട് ഇത് വാങ്ങിച്ചു. അതും പിന്നെ വേറെ ഏതാണ്ട് മരുന്നുകളുണ്ട്. ലാക്ടോജൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട് ടോണിക്ക്. അത് ഒരു കിലോയായി. അതും കൂടെ ചേർത്താക്കി. CP പറഞ്ഞു കാപ്പി കുടിച്ചിട്ടേ പോകാം. അല്ലെങ്കിൽ ആ കാപ്പിയും കുടിച്ചാവിട്ട് അങ്ങനെ ഇവിടെ വന്ന് CP ഇവിടെ വന്നിട്ട് പിന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് ഒരു ഇൻറ്റൻഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഇവിടെ എനിക്കൊരു സ്കൂൾ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ പേര് സജീവോത്തമ സസ്യപൂർത്തി മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൻ്റെ എൻ്റെ പേര്. സജീവോത്തമ സസ്യപി രാമസ്വാമി അയ്യർ സംക്ഷിപ്തപൂർത്തി മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ എന്ന പേരാണ് പട്ടം സെൻറ് മേരീസിൻ്റെ പേര്. UPയുടെ മൂക്കിന് വെട്ടിക്കഴിഞ്ഞപ്പോൾ അന്ന് അടുത്ത ദിവസം രാവിലെ CP സ്ഥലം വിട്ടിട്ട് വേറെ പെട്ടെന്ന് മാറ്റി സെൻറ് മേരീസായി. അങ്ങനെ സെൻറ് മേരീസായി. അപ്പോൾ അതിന് എൻ്റെ ചേട്ടനായി പോയി പെർമിഷൻ വാങ്ങിച്ചു. ചേട്ടൻ്റെ പേര്
ചേട്ടന്റെ പേര് എന്നാ? പി. സാമുവൽ. പി വി സാമുവൽ. സാമുവൽ. വലിയ അടുത്ത കൂട്ടുകാരനാണ്. കാരണം എല്ലാത്തിനും ഇങ്ങനെ അപ്പുറം തന്നെ വിടുന്നതാണ്. അങ്ങനെ പത്തനംതിട്ട DO ആയിട്ട് പത്തനംതിട്ട തഹസിൽദാരായിട്ട് ഒത്തിരി ഡിസ്ട്രിക്റ്റ് അതിൽ നിന്ന് ഒത്തിരി വർഷം വിടായിരുന്നു. അങ്ങനെ അച്ഛൻ ടെസ്റ്റ് എഴുതിയില്ല. അത് പിന്നെ സർവേ ടെസ്റ്റ് എഴുതിയ പ്രമോഷൻ വരും. പ്രമോഷൻ വന്നാൽ ഡെപ്യൂട്ടി തഹസിൽദാരോ ഉണ്ട് കഴിഞ്ഞുണ്ട്. തഹസിൽദാർ കഴിഞ്ഞിട്ട് കളക്ടറായിട്ടൊക്കെ വരും, അസിസ്റ്റന്റ് കളക്ടറായിട്ടൊക്കെ വരും. അത് അവിടെ ഇവിടെയും ട്രാൻസ്ഫർ ആവും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ചിട്ടിയുണ്ട്, ഡെപ്പോസിറ്റ് ചിട്ടി വേണം. അതിൻ്റെ എല്ലാം സൂപ്പർവൈസറുണ്ട്, ഓയിൽ മില്ലുണ്ട്, ഇന്ത്യ സിമെന്റ് സ്റ്റോറേജ് ഞങ്ങളുടെ കടയാണ്. എൻ്റെ മൂന്നാമത്തെ ചേട്ടൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സൂപ്പർവൈസർ പുള്ളി വേണം. അതുകൊണ്ട് അച്ഛൻ എങ്ങോട്ടും പോകാൻ ആഗ്രഹിക്കില്ല, ഇവിടെ തന്നെ. പിന്നെ അങ്ങനെ ഒരു അച്ഛൻ്റെ മക്കളെ ഒരാളെ ചെന്നൈയിൽ അവിടെ ഉണ്ടായിരുന്നു, അഞ്ചലിലുണ്ടായിരുന്നു, കോളേജ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. റിട്ടയർ ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ കുടുംബം. പിന്നെ രണ്ടാമത്തെ DPA അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു, വി എബ്രാഹിം. രണ്ടാമത്തെ. മൂന്നാമത്തേത് ഈ ബിസിനസ് നടത്തുന്നതാണ്. 4 ഞാൻ കോളേജ് അഞ്ചൽ സെൻറ്റ് ജോൺസിൽ. പിന്നെ 5 ഒരാൾ അഗ്രികൾച്ചർ ജോയിൻ്റ് ഡയറക്ടർ റിട്ടയർ ചെയ്യുന്നു, അഗ്രികൾച്ചർ മിനിസ്ട്രിക്കാരനാണ്. പിന്നെ പള്ളിക്കോട് കൂട്ടത്തിൽ NJS എന്നൊരു കമ്പനിയുണ്ട്, അതിൻ്റെ അളിയനാണ്. നിങ്ങൾ അവർ രണ്ടും മരിച്ചു. അതെല്ലാവരും പോയി. ഇനിയിപ്പോൾ ഞാൻ അടുത്ത അനിയനുണ്ട്. ഇവിടെ അനിയൻ ജോണി PV ജോൺ. അവൻ മുമ്പഴയുണ്ട്. ഓഗസ്റ്റ് 20 മരിച്ചു. അമ്മാമയും മരിച്ചു. ഡിസംബർ ഒക്കെ ആയപ്പോഴത്തേക്ക് അവിടുത്തെ കുമ്പഴല്ലേ. ഇത് 70 വാങ്ങിച്ച ഈ സ്ഥലം. അപ്പോൾ വൈഫിന് ഇവിടെ സ്കൂളിൽ ജോലി ഉണ്ടായിരുന്നു, റോസമ്മ. ഇത് മൈലപ്രാസിൻ്റെ 4ാമത്തെ മോളാണ്. അത് എൻ്റെ അപ്പച്ചനും അമ്മയുമാണ്. അച്ഛൻ്റെ മോളാണ് മൈലപ്രാസിൻ്റെ. അപ്പം ഞാൻ സ്കൂളൊക്കെ ഉണ്ടാക്കിയത് ഈ സ്കൂളും ട്രെയിനിങ് സ്കൂളും എല്ലാം അപ്പച്ചൻ്റെ. ഈ ട്രേഡ് സ്കൂൾ കോട്ടയം സെൻറ്റ് മേരീസ് ഈ 2 ട്രേഡ് സ്കൂളേ ഉള്ളൂ. അപ്പച്ചൻ ഉണ്ടാക്കി തിരുമേനി കൊടുത്താണ്. അതിൻ്റെ എല്ലാം ഇങ്ങനെ ഓരോ തലമുറകൾ ഇങ്ങനെ ആയി. പിന്നെ എൻ്റെ 2 മക്കൾ യവനും പിന്നെ മോള് കൊച്ചിയിലെ ആസ്മ വന്നപ്പോൾ ഞാൻ എടുത്തു നടക്കും. എന്നാൽ അവന് പറഞ്ഞ് എന്തുവാ തടി ഞാൻ വിവാഹം കഴിക്കില്ല. എന്താണ് 4 കൊച്ചിലെ എന്നെ മടി വെച്ചുകൊണ്ട് തോള ഇട്ടുകൊണ്ട് കൊണ്ട് നടന്നു. എനിക്ക് 2 പിള്ളേരുണ്ട്, അവരെ എടുത്തുകൊണ്ട് എന്നെ കൊണ്ട് ഒക്കത്തില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുക. അതുകൊണ്ട് എന്താന്ന് ചോദിച്ചാല് എനിക്ക് വയ്യാത്ത പേനെ ഇപ്പോഴും സുറിയാനിയൊക്കെ വായിക്കാവോ? സുറിയാനി വായിക്കാവോ? എനിക്കോ ഇഷ്ടം പോലെ വായിക്കാൻ പറ്റുമോ? സുറിയാനി എഴുതാനും വായിക്കാനും നല്ല സ്പീഡിൽ എഴുതാം. പക്ഷെ കണ്ണ് കാഴ്ച പ്രശ്നമാണ്. ഇപ്പോഴേ പത്രമൊക്കെ ഇപ്പൊ വായിക്കാൻ പറ്റുമോ? പുളീനാപുത്രൻ പറഞ്ഞ എന്താ? സുറിയാനി മുടിയനായ പുത്രന അഹത്തീഷ് ബസ്മായോ. അവൻ ആദ്യം എന്താ ഓർത്ത്? സ്വർഗത്തിനെതിരായി ഞാൻ പറഞ്ഞു. അപ്പോൾ സ്വർഗം അവനെ ഓർത്തത് എപ്പോഴാണ് ഓർത്തത്? പട്ടിണി വന്നപ്പോൾ, തവിട് പോലും കിട്ടാൻ വന്നപ്പോഴാണ് സ്വർഗത്തിൽ ഓർത്ത്. അപ്പോൾ അവൻ എന്തിനും ആദ്യം തോറ്റത് സ്വർഗത്തിനെതിരായി നിനക്കെതിരായി ഞാൻ ഭാവിച്ചു. അത്തിച്ചു പശുമായോ വീട്ടിലെ എളിയ ഒരു ഏലക്കാരനെ പോലെ എന്നെ കൈക്കൊള്ളണമേ എന്നാ നമുക്ക് പറയാം. വായിക്കാവോ? കണ്ണ് കാഴ്ച കുറവാണ്. കാണാൻ വയ്യ, കാണാൻ വയ്യ, കാരണം വായിക്കാൻ വയ്യ. കണ്ണാടി ഉണ്ടെങ്കിൽ ഡാഡി പത്രവും വായിക്കുന്നില്ല. പത്രവും വായിക്കുന്നു, എല്ലാം വായിക്കാം, എല്ലാം വായിക്കും. പിന്നെ അടുത്തെടുത്ത് വെച്ചാണ്. അല്ല മണി എടുത്തു, ഇവിടെ ഇരുന്നോട്ടെ. എഴുതാനും പ്രയോജനമില്ല. കാരണം കോപ്പി ചെയ്തോണ്ട് വന്നാ ഇല്ല ഫോട്ടോ എന്തോ
ഇത് രണ്ടും ഒരുമിച്ച് കാണണം. ആ ഫോട്ടോ ഇയാളുടെ ഇയാൾക്കൊന്നും കാണാൻ പറ്റില്ല. എന്നാ, ഇത് മകനും പറ്റും. ബാപ്റ്റിസം മാമോദിസ എന്ന് പറയുന്നത്. ഇത് മാധവന സിനിമേനി ഓക്കെ. മരിക്കാൻ കിടക്കുന്ന കിടപ്പ. അന്നേരം രാത്രി ഞാൻ പറഞ്ഞു ഞാൻ കൂടെ പോയിരിക്കും. അങ്ങനെ കൂടെ എപ്പോഴും ഇരിക്കും. അങ്ങനെ അന്ന് എടുത്ത ഫോട്ടോയാണ്. പിതാവ് മരിക്കുന്നതിന് മുമ്പുള്ള ഫോട്ടോ. ഇത് തന്നെ ശരി. ഇത് To stop the video. നാഥാ നിൻരാജ്യ മഹിമാഗമനെ ആ പാട്ടറിയോ? നാഥാ നിൻരാജ്യ മഹിമാഗമനെ അത് വായിക്കാം. Lam gushai pores Watain kurbone Karbuto Dahabomuro walbunto Gushenai malke Skidloche Bethlehem Ba'arto shito Morio aloho Shubaho l'sholuho Shlomo al-ar'o Shaino b'shemayo Dethera'i morio Weithol maulodo Metul forkone dodom Yalded porukan Shlomo ta'in waiti Ofes abro kobo Hadu thorabto Lodom wal kule ulmo കൗപ്പോ അത് സ്റ്റാറിനെ പറ്റിയുള്ള നക്ഷത്രം. സ്റ്റാർ അപ്ഡേറ്റ് ചെയ്യാൻ പിന്നെ ലെൻസ് വെച്ചിട്ട് അടി വായിക്കും. പിന്നെ ഇത് ലാറ്റ് പഠിച്ചിട്ടോ? ഉണ്ട്. ഞാനും ലാറ്റിനെ 3 കൊല്ലം പഠിക്കും. ആണോ? 2 കൊല്ലം. ശരി. അതും പഠിച്ചുകൊണ്ട് അതുകൊണ്ട് ഒരു ഗുണം പറ്റി. ഇംഗ്ലീഷിന് MA എഴുതുന്നതിന് വളരെ ഗുണം പറ്റി. ലാറ്റ് പഠിച്ചുകൊണ്ട് അതറിയോ? സാക്രാമേന്തും ആ പാട്ടറിയോ? മറന്നു എനിക്ക് പണ്ട് പഠിക്കില്ല. അത് തന്നെയാണ് ബ്രീവറി സദ്യക്ക് പ്രാർത്ഥന ബ്രീവറി ചെയ്യാൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ ബ്രീവറി ഉണ്ടാകുന്ന എന്നെ അന്ന് 60 കളഞ്ഞിട്ട് പോയി. പോകും ഞാൻ പിന്നെ നമ്മുടെ അച്ഛനോട് പറഞ്ഞായിരുന്നു എനിക്കൊരു ബ്രീവറി ഇവിടെ പഴയ എടുത്തോണ്ട് തന്നെ ഞാൻ പിന്നെ ഇനിയും വല്ലതും പറയാനുണ്ടോ? യുവാനിയോസ് തിരുമേനിയുടെ അടക്കത്തിന് കൂടിയായിരുന്നു. ഉണ്ടോ? ഈ അടക്കത്തിന് കൂടുതൽ തന്നെയല്ല. അത് പറയാം. മരിച്ചു കഴിഞ്ഞ് പിതാവിനെ കൊണ്ട് കസേര ഇരുത്തിയിട്ട് വടി പിടിച്ചുകൊണ്ട് ഇപ്പോൾ റമ്പാച്ചൻ പറഞ്ഞു, പേപ്പാട്ട് റമ്പാച്ചൻ മോനെ ഇത് നീ ആ കൈ പിടിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. പിതാവ് ഇങ്ങനെ ആ വംശവിളി ഞാനിങ്ങനെ പിടിച്ചുകൊണ്ട് മുട്ട് നിന്ന് അറിയാതെ കരയെ കയറിയാണ്. അതൊക്കെ കരഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു 1/2 മണിക്കൂറോളം നിന്നു. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു മതി ഇനിയും മരുന്ന് പോകണം പറഞ്ഞു. അതങ്ങനെ ഇവിടുന്ന് പാളയത്ത് കൊണ്ടുപോയി. പാളയത്ത് പിന്നെ പാളയത്ത് നമ്മുടെ പണ്ട് ഒരു തിയേറ്ററായിരുന്നു. ആ തിയേറ്ററിലാണ് കൊണ്ടുപോയി. അതിനകത്ത് ഇവിടെ കണ്ടെണ്ണ ഇരിപ്പുണ്ടോ ചെയ്യുന്ന ആ തിയേറ്ററിൻ്റെ അവിടെ കൊണ്ടിട്ട് അവിടെ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് കൊണ്ടുവരിഞ്ഞു. ഒടിഞ്ഞോട്ട് വരുമ്പോൾ ആ പിന്നെ അതിൻ്റെ മുമ്പിൽ രൂപക്കുറ്റിയുമായിട്ട് ഞാനാ ആ പിതാവിൻ്റെ ശരീരം കൊണ്ടിരുന്ന ആ ലോറിയുടെ മുമ്പിൽ രൂപക്കുറ്റി ഞാൻ അതിൻ്റെ പാളയം മുതൽ പള്ളി വരെ. അത് കഴിഞ്ഞ് കുർബാനയ്ക്ക് ശുശ്രൂഷ സമയത്ത് ഞാൻ അത് പറ്റി കൊണ്ടിരുന്ന
അതിൻ്റെ ഫോട്ടോ ഉണ്ടാകുന്ന മുകളിൽ എടുത്തോണ്ട് പോയത് അതൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പം കർത്താവ് അന്നത്തെ പേരെങ്ങനെയായിരുന്നു? അന്നത്തെ പേര് ഇയാളുടെ പേരെങ്ങനെ? വർക്കി നെടുമ്പറത്ത് PV പി വി വർക്കി പ്രീഫെക്ട് പി വി വർക്കി നെടുംപുറത്ത്. നെടുമ്പുറത്ത് നെടുംപുറത്ത്. ആ, നെടുംപുറത്ത്. ഏത് കൊല്ലാ ജനിച്ചത്? ഏത് കൊല്ലാ ജനിച്ചത്? 1936 അല്ലേ ഡാഡിയുടെ? ഡാഡി ഏത് കൊല്ലമാണ് ജനിച്ചതെന്നുള്ളത്? ജനിച്ച വർഷം ഏതാണ്? 1936 മാർച്ച് 15. സെമിനാരി പോയതെന്നാ? സെമിനാരി പോയതെന്നാ? സെമിനാരി 1949, 49 മുതൽ 55 വരെ. അത് മേജർ സെമിനാരി പോയി. അവിടെ ആ കഥ പറഞ്ഞില്ലല്ലോ. മേജർ സെമിനാരി ഇവിടുന്ന് പോയിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്ന് മേജർ സെമിനാരി അവിടെ ഒരു അച്ഛനെ, ഒരു ഇറ്റാലിയൻ അച്ഛനെ ധ്യാനം നടത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് അധികം കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ കിട്ടിയിട്ടുണ്ട്. പ്രാർത്ഥനയൊന്നും എനിക്ക് നോക്കി ഇതിങ്ങനെ എല്ലാം നടക്കണം എല്ലാം. കാരണം ട്രിസന്റ് വന്ന സമയത്ത് അദ്ദേഹത്തിന് സ്വീകരിക്കാൻ വേണ്ടി ഒരു മൂപ്പന്ത് കെട്ടണമായിരുന്നു. അരമനയുടെ മുൻവശം മുതൽ ഇങ്ങനെ കറങ്ങി ആ കലീറ്ററിൻ്റെ അവിടെ ഒരു പൂപ്പന്തൽ ഞങ്ങളുണ്ടാക്കി. സെമിനാരിക്കാരെ കൊണ്ട് ഞാൻ ഉണ്ടാക്കി. അത് അദ്ദേഹം ഒടുവിൽ അങ്ങ് മേടിച്ചിട്ട് പറയും, ഓ ദിസ് ഇസ് ലൈക്ക് എ ടണൽ. ഗ്രിഗോറിസിനോട് അദ്ദേഹം പറയുകയാണ്, ടീച്ചറിൻ്റെ പറയുകയാണ്, ദിസ് ഇസ് ലൈക്ക് എ ടണൽ. ഒരു തുരങ്കത്തിൽ കൂടെ പൂർണ്ണോണം കാണില്ലെന്ന്. അത് ഞങ്ങൾ ഉണ്ടാക്കിയത്. അങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പുറകെ നടക്കും. പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം കിട്ടിയില്ല. എല്ലാം സെമിനാരിക്കാരുടെ എല്ലാവരുടെയും നോക്കണം, സകല കാര്യം നോക്കണം, അതിനിടെ വൈകിട്ട് അച്ഛന്മാരെ നോക്കണം, എല്ലാം വേണം. ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് പ്രാർത്ഥന സമയം വന്നാണ്. മേജർ സെമിനാരി ചെന്ന് കഴിഞ്ഞ് അവിടെ ധ്യാനം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, സാച്ചർദോസ് ആൾട്ടർ ക്രിസ്തുസ്, എ പ്രീസ്റ്റ് ഈസ് അനദർ ക്രൈസ്റ്റ്. എഴുതിക്കാട്ടെ, സാച്ചർദോസ് ആൾട്ടർ ക്രിസ്തുസ്, എ പ്രീസ്റ്റ് ഈസ് അനദർ ക്രൈസ്റ്റിനുള്ള അത് പറഞ്ഞു. പിന്നെ ഒരു പുരോഹിതനായാലും മറ്റൊരു ക്രിസ്തു ആകണം, അല്ലാത്തവനായിട്ട് അർത്ഥമില്ല. അതിൻ്റെ മനസ്സിനെ വല്ലാതെ അന്ന് ഒട്ടും ഉറങ്ങിയില്ല. ഞാൻ വെളുപ്പിനെ ഉന്നയിച്ചു ഒരു പിതാവിന് തിരികുറിച്ച് ഉന്നയിച്ചു, പിതാവേ ഒരു നല്ല പുരോഹിതനാകാനുള്ള യോഗ്യത എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ തിരികെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് എഴുതി. പിതാവ് എഴുത്ത് കണ്ടിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടേ. ഞാൻ പ്രീഫെക്റ്റും എല്ലാവരുടെയും വലിയ മുടുക്കാട്ട് നടന്നിരിക്കും. എല്ലാത്തിനും ഇത് ഇങ്ങനെ കാണിച്ചപ്പോൾ എന്തോ മേജർ സെമിനാരിൽ പോയിട്ട് അവിടുന്ന് ധ്യാനം കഴിഞ്ഞപ്പോൾ തിരികെ പോവുക. ഇവിടെ വന്നപ്പോൾ അതിനെക്കാട്ടില്ല, വീട്ടിൽ വന്നപ്പോൾ അപ്പച്ചനും അമ്മയും സഹോദരങ്ങൾക്കെല്ലാം വലിയ പ്രയാസം. കഴിഞ്ഞു ഞാനവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു. പള്ളിയിൽ പോകും, ഇവിടെ പള്ളിയിലായിരുന്നു പോകും, പള്ളിയിൽ പോകും, പ്രാർത്ഥിച്ച് നടന്നു. അങ്ങനെ ദൈവം എന്നെ കൊണ്ട് ഒട്ടും പതറണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട് എന്ന് 365 പ്രാവശ്യമോ ബൈബിളിൽ പറഞ്ഞിട്ടില്ലയോ? 365 പ്രാവശ്യവും ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ബൈബിളിൽ. നമ്മുടെ ഓരോ വ്യക്തികളും പറയും, നമുക്കൊന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ല, കാരണം കർത്താവ് നമ്മളോടുണ്ട്. അപ്പോൾ ആ ധൈര്യത്തിൽ നിങ്ങൾ നടന്നു. ഇവിടെ നിന്നിട്ട് PSC ടെസ്റ്റ് എഴുതി. 50,000 പേരുണ്ടായിരുന്നു. അതിൽ 305ാമത്തെ റാങ്കിൽ ഞാൻ. അന്ന് 50,000 പേര് 305 PSC ടെസ്റ്റ് പാസ്സായി. അത് ലാറ്റിനൊക്കെ പഠിച്ചിരുന്നതുകൊണ്ട് പെട്ടെന്ന് കിട്ടി. അത് 305ാമത്തെ റാങ്കിൽ പാസ്സായി കഴിഞ്ഞപ്പം എൻ്റെ 2ാമത്തെ ബർത്ത്ഡേ പേരുണ്ട്. ഞാൻ ഞാൻ ഫോണൊന്നുമില്ല, മൊബൈലുമില്ല, ഫോണുമില്ല, ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഫോണുമില്ല. അപ്പോൾ ഫോണില്ലാത്ത ഉണ്ട്. പിന്നെ എഴുതി അച്ഛൻ എഴുതി കിട്ടിച്ചാൽ ഞാൻ എനിക്ക് PSC എനിക്ക് കിട്ടിയിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാന്ന് പറഞ്ഞു. അച്ഛൻ എന്താ വെച്ചു, 12 AU ഓഫീസിലെ തൃശ്ശൂർക്കാരൻ ഒത്തിരിപ്പോഴാണ്, അവനെ എടുത്ത് തൃശ്ശൂർ കാണാൻ ചെന്നൈ 12 ഓഫീസ്. ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് വീടിൻ്റെ മുറ്റത്ത്. എന്ത് അനുഗ്രഹം, ദൈവാനുഗ്രഹം എന്ന് പറയുന്നതാണ്. അതിൻ്റെ എൻ്റെ തൃശ്ശൂരോ കോഴിക്കോടോ വല്ലതുമൊക്കെ ആരും കിട്ടുന്നത്. 12 അവിടെ ഇരുന്നുകൊണ്ട് 12 AU ഓഫീസിൽ ഇരുന്നുകൊണ്ട് അവിടെ എപ്പോഴും PSC ടെസ്റ്റ് എഴുതി. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കാശ്മീർ ഇൻ്റർമീഡിയറ്റ്
എഴുതി. അപ്പോൾ അന്ന് എൻ്റെ മൂത്ത ഏട്ടന്മാരും ആജുവിനോടിയിട്ടില്ല. ഷാജ പീറ്റർ, BC പീറ്റർ എല്ലാവരെല്ലാം ഒന്നിച്ചാൽ പോയി എഴുതി. ആദ്യത്തെ പിന്നെ ഭോപ്പാലിൽ പോയി എഴുതി. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ ഇന്ത്യ, ഞാൻ വന്നപ്പോൾ ഹിന്ദിയും വേണം, ഒരു പേപ്പർ ഹിന്ദിയും പഠിക്കും. അക്ഷരം പോലും പഠിച്ചു. അക്ഷരം പോലും ഹിന്ദി പഠിച്ചിട്ട് എഴുതി അതും വാസുമാർക്ക് വാങ്ങിച്ച് ഹിന്ദിയും പഠിച്ചു. അതിനിടെ സബ്ജക്റ്റ് പഠിക്കണം. ഇതെല്ലാം പഠിച്ച് ഇൻ്റർമീഡിയറ്റ് എഴുതി ജയിച്ചു. പിന്നെ മാരുവാനിൽ പോയി BA ചേർന്നു. BA ചെന്നപ്പോൾ ഒരു കഴിക്കും ഇൻ്റർമീഡിയറ്റുകാരൻ ഫസ്റ്റ് ഇയറിലെ ഒരു വർഷത്തെ പരീക്ഷ എഴുതണമെന്ന് പറഞ്ഞു. പഠിക്കൽ വെച്ചാൽ അങ്ങനെ ആ റൂളാണ്. പഠിക്കൽ വെച്ചാൽ ആട്ടെന്ന് പറഞ്ഞു. അതിന് തന്നെ വായിച്ചു പഠിച്ചെഴുതി. അങ്ങനെ അത് വേറെ എങ്ങും ഇല്ലല്ലോ, തന്നെ വായിച്ചത് എഴുതി, അതും ജയിച്ചു. അങ്ങനെ BA മാരുവാനിൽ നിന്ന് പാസ്സായി. പിന്നെ മധ്യപ്രദേശത്ത് റായ്പൂരിൽ പോയ MAക്ക് അത് പഠിച്ചു. MA സെക്കൻഡ് ക്ലാസ്സിലായി. സെക്കൻഡ് ക്ലാസ് പാസ്സായി. അതുകൊണ്ട് ഗുണം പറ്റി എന്താണെന്ന് ചോദിച്ചാൽ എന്നെ അപ്പോയിൻറ്റ് ചെയ്തു. എന്തുകൊണ്ടാ എന്നെ ലെക്ചറിനായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. അത് 50% അപ്പോൾ ആ വർഷം ഒരു പുതിയ റൂള് കൊണ്ടുവന്നവർ. ഇവിടുത്തെ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി സെക്കൻഡ് ക്ലാസ്സിന് 50% മാർക്ക് വേണം. അതുകൊണ്ട് ഇവിടെ അപ്പോയിൻമെൻറ്റ് ലെക്ചറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന 50% വേണം. എൻ്റെ അപ്പോയിൻമെൻറ്റ് അപ്രൂവ് ചെയ്തിട്ട് ഞാൻ നേരെ ഹൈക്കോടതി കേസ് കൊടുത്തു. ഹൈക്കോടതി കൊണ്ട് കേസ് കൊടുത്തു. കാരണം ഓർഡിനൻസ് അനുസരിച്ച് സെക്കൻഡ് ക്ലാസ് ഫ്രം എനി യൂണിവേഴ്സിറ്റി ഈസ് എലിജിബിൾ ഫോർ അപ്പോയിൻമെൻറ്റ് ആസ് ലെക്ചറർ എന്നാണ് റൂള്, ഓർഡിനൻസ്. പക്ഷേ ഇതെന്തോ ഒരു റെസൊല്യൂഷനാണ്, സിൻഡിക്കേറ്റിൻ്റെ ഒരു റെസൊല്യൂഷനാണ് 50% കേരളത്തിൽ ഉണ്ടാകട്ടെ, ഇനി എല്ലാ അപ്പോയിൻമെൻറ്റ് ലെക്ചറിന് 50 വേണമെന്ന്. ആ കേസ് കോടതി അങ്ങോട്ട് വിളിച്ചു വെച്ച് പറഞ്ഞു ഒരു റെസൊല്യൂഷനെ അമെൻഡ് ചെയ്യാൻ ഒരു റെസൊല്യൂഷന് ഒരു ഓർഡിനൻസ് അമെൻഡ് ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ട് വേറൊരു ഓർഡിനൻസ് വേണം. അതുകൊണ്ട് ഓർഡിനൻസ് ഇല്ലാത്തതുകൊണ്ട് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് PV വർക്കി ആസ് ലെക്ചറർ ഇൻ സെൻറ്റ് ജോൺസ് കോളേജ് ആൻഡ് ഇറ്റ്സ് അപ്രൂവ്ഡ് ബൈ ദിസ് കോർട്ട് എന്ന ഓർഡർ മാറ്റിയാണ്. ഇത് കണ്ടപ്പോഴത്തേക്ക് അത് കണ്ട് ഒത്തിരി പേര് കിട്ടി. എന്നെ പോലുള്ള പലരുണ്ടായിരുന്നു. അവർക്കെല്ലാം ഇത് അനുഭവമായി. നമ്മളെ കൊണ്ട് ദൈവം ജയിക്കുന്നത്. അന്ന് നായനായ കാലം അവർക്കൊന്നും കാര്യമില്ലല്ലോ. അവരല്ലല്ലോ യൂണിവേഴ്സിറ്റി, സെനറ്റാ, യൂണിവേഴ്സിറ്റി സെനറ്റാ. ഗവൺമെന്റ് തന്നെ കാര്യമില്ല അതിനകത്ത്. അങ്ങനെ അതും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് പിന്നെ എൻ്റെ അരിയർ ശമ്പളം എല്ലാം കൂടെ തന്നു. അതിന് 12 ലക്ഷം പറഞ്ഞു നീ ഒരു ഒപ്പിടണ്ട, നീ വന്ന് ജോലി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ജോലി ചെയ്യാം, കാരണം കേസ് കിടപ്പുണ്ടല്ലോ. അതുകൊണ്ട് അത് വരട്ടെന്ന് പറഞ്ഞു. വന്നപ്പോൾ അനുകൂലമായിട്ട് വന്നു. അതും ദൈവത്തിൻ്റെ അനുഗ്രഹം. അപ്പോൾ ആ അരിയർ എല്ലാം എനിക്ക് തന്നെ ഒന്നിച്ച് ശമ്പളം എല്ലാം കൂടെ തന്നു. എല്ലാം ദൈവാനുഗ്രഹമാണ്. നമ്മൾ ദൈവത്തോട് നമ്മളെ തള്ളത്തിൻ്റെ ദൈവം പ്രാർത്ഥിച്ച ദൈവം കേൾക്കും. കാരണം അനുഭവമാണ്, ജീവാനുഭവമാണ്. മാറുവേന തിരുമേനി പരിശുദ്ധൻ എന്ന് രുചിച്ചറിഞ്ഞവനാണ് ഞാൻ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക എന്നാ പറയുന്നത്. പക്ഷെ ഞാൻ മാറുവേന തിരുമേനി പരിശുദ്ധൻ എന്ന് രുചിച്ചറിഞ്ഞവനാണ്. എൻ്റെ പിതാവിനോട് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം എനിക്കുണ്ടായാലും ഞാൻ അപ്പം പിതാവിനോട് പ്രാർത്ഥിക്കും. അത് റെഡിയാണ്. അതെനിക്ക് അനുഭവത്തില്ല, അതാരും പറയേണ്ടതല്ല, അനുഭവമുള്ള കാര്യമാണ്. എന്താ ഒരു മാനസികമായി വലിയ ക്ലേശം വരുന്ന പിതാവിനോട് പ്രാർത്ഥിക്കും, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും, അത് കേൾക്കും. അത് എനിക്ക് അനുഭവമായിട്ടാണ് ഇന്ന് വരെ ഉള്ളത്. അതുകൊണ്ട് എൻ്റെ പിതാവ് ഒരു പ്രത്യേകത. കാരണം അദ്ദേഹത്തെ ഞാൻ നോക്കിയത് ഉണ്ടല്ലോ. ഒരു ദിവസം ഇങ്ങനെ കട്ടിലിരുന്ന് പിതാവിൻ്റെ നല്ല കാല് ഉടക്കുന്നു പറഞ്ഞ് ഞാൻ തിരുമ്മി കുറച്ച് നേരം നിന്നുകൊണ്ട് കുനിഞ്ഞ് നിന്ന് കണ്ട പൊട്ടയുണ്ട് കണ്ടമ്പാണ്ടില്ല പൊട്ട അങ്ങനെ കിടക്കുന്ന തിരുമ്മി മണി കഴിഞ്ഞപ്പോൾ പിതാവ് കുഞ്ഞിട്ട് ഞാൻ ക്ഷീണിക്കുന്നുണ്ട്, നീ അവിടെ ഇരിക്കും. ഇത് വേണ്ട പിതാവ്, ഞാൻ നിന്നോളാം. എനിക്ക് കാരണം എൻ്റെ അപ്പൻ്റെ കട്ടിലെ പോലും ഞാൻ ഇരുന്നിട്ടില്ല. ഇങ്ങനെയുള്ള പിതാവിൻ്റെ കട്ടിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഉടനെ ഞാൻ വേണ്ട പിതാവിന് ഉടനെ ബൂള വന്നു, ആർച്ച് ബിഷപ്പിൻ്റെ ബൂള. നാം കൽപ്പിക്കുന്നു അവിടെ ഇരി. ഇതാ ആർച്ച് ബിഷപ്പ്, നാം കൽപ്പിക്കുന്നു അവിടെ ഇരി എന്ന് പറഞ്ഞു പിതാവ്. ഉടനെ ഞാൻ ഇരുന്നതിന് പിന്നെ തിരുമ്പ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പറഞ്ഞു,
കുറഞ്ഞു. ഞാൻ പറഞ്ഞു കുറഞ്ഞിട്ടുണ്ടായില്ല, പൂർണ്ണമായിട്ട് പോട്ടെ. ഇന്നോട്ട് കൊണ്ട് നീണ്ട് ഇട്ടുമ്പോഴേക്കും കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ നിർത്തി. പിതാവൊക്കെ ഉറങ്ങുമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ നിർത്തി. അങ്ങനെ പിതാവിൻ്റെ ഒരു പ്രത്യേകതയെ അത് ഇത്രയും കാര്യങ്ങൾ പറയാമല്ലോ. ഇത്രയും കാര്യങ്ങൾ ഈവാനുസ്ലിമിനെ പറ്റി ഇതൊക്കെ കൂടെ എന്താ പറയുക, എന്തൊക്കെ പറയാനാണ് എനിക്ക്. കാരണം എൻ്റെ അനുഭവത്തിൽ എൻ്റെ പിതാവ് ശുദ്ധ പരിശുദ്ധനാണ്. കാരണം അതുപോലെ എനിക്ക് അനുഭവമുണ്ട് എല്ലാ കാര്യത്തിലും. സ്നേഹവും അതുപോലായിരുന്നു. അതുപോലെ കാപ്പി കുടിക്കാൻ കൊണ്ടുവന്നാൽ രാവിലെ വന്നാൽ ഞങ്ങൾ ചെറിയാൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചിലപ്പോൾ ഏത്തയ്ക്ക പോവുക. ഞങ്ങൾ ഉള്ള ഒരു 4 ഏത്തയ്ക്ക കൊണ്ടുവരും. അത് 2 എണ്ണം ഞങ്ങൾക്കാണ്. അത് ആദ്യമേ ഒരു മുറിച്ച് പകുതി പിന്നെ കുമ്പഴുപ്പൻ ഏത്തയ്ക്ക, പകുതി പഴുത്ത ഏത്തയ്ക്ക നല്ല തീക്കനൽ ചുട്ടെടുത്തതാണ്. അത് തൊലി കളഞ്ഞാൽ കൊണ്ടിരുന്നത്. അതാ കൊണ്ടുവക്കുന്നത്. അത് 2 എണ്ണം മുറിച്ച് തരുന്നു. എന്നോട് ആദ്യം എൻ്റെ വായില തരുന്നു. വാ തുരടാ കൊതിയ എന്നും പറഞ്ഞിട്ട് നിനക്ക് തന്നില്ലേ നീ, നമുക്ക് കൊതി ഇടും, നമുക്ക് വയറ്റൊക്കെ പിടിക്കും. എന്നോട് പിന്നെ പറയും ചുമ്മാ തമാശ പറഞ്ഞാൽ കേട്ടോ എന്ന് പിന്നെ പറയും. എന്നോട് വാ കൊണ്ടേ അത് മുറിച്ച് ബട്ടർ പുരട്ടി വായിലോട്ട് തരും. ഇനി ഉണ്ടല്ലേ കുതിയന്മാരെ, എല്ലാവർക്കും ഓരോരോ എണ്ണം കൊടുക്കും. ഇങ്ങനായിരുന്നു പിതാവ്. പാട്ടൊക്കെ പഠിപ്പിക്കുവായിരുന്നു. പാട്ട് പഠിപ്പിക്കുമായിരുന്നു. പാട്ടോ വേറെ പാട്ടൊന്നും പഠിക്കുന്ന സമയം പിതാവ് വയ്യായിട്ട് കിടക്കേണ്ടി. ഞങ്ങളുടെ സുറിയാനി പഠിപ്പിക്കുന്ന ഏറ്റവും വേറെ ഒന്നും സുറിയാനി പാട്ട് പഠിപ്പില്ല. അതൊക്കെ തന്നെ അച്ഛന്മാർ വെറമ്പാച്ചുണ്ടല്ലോ. വെറമ്പാച്ചാണ് മിക്കാരെല്ലാം പഠിപ്പിക്കുന്നത്. എന്താണ് ഒരു ജീവിതമായിരുന്നത്. അത് പിതാവിൻ്റെ കൂടെയുള്ള അനുഭവം അത് മറക്കാനൊക്കില്ല. പിതാവിൻ്റെ കൂടെ ജീവിച്ച ഒരാളുടെ സാക്ഷ്യം ഇപ്പോഴാണ് കേൾക്കുന്നത്. ഓർമ്മയെന്ന് പറയും, പിതാവിൻ്റെ കൂടെ ഓർമ്മയെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയാ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവം. That's not yours. Mine. That's yours. Okay. അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പിടിച്ചോണ്ട് വരണം പള്ളിയിലോട്ട്. എൻ്റെ ഇങ്ങനെ പിതാവിൻ്റെ കൈ എൻ്റെ കൈ വയ്യാഴ്ച പിടിച്ചോണ്ട് വരും. പറഞ്ഞില്ലേ കുപ്പായത്തിൻ്റെ കീഴിലാണ് വളർന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെയാണ് എൻ്റെ പിതാവിൻ്റെ കുപ്പായത്തിൻ്റെ കീഴിലാണ് ഞാൻ വളർന്നത്. അങ്ങനെ കൊണ്ടുവരണം. രാത്രി കൂടിരിക്കാനും പിന്നെ കുർബാന ചൊല്ലുന്ന സമയത്തെല്ലാം പിടിച്ചുകൊണ്ട് വരാനും, കുർബാന ചൊല്ലുന്നത് പിടിച്ചുകൊണ്ട് വരാനും. അത് കഴിഞ്ഞ് കുർബാന ചൊല്ലിക്കഴിഞ്ഞാൽ അവിടെ പിതാവ് അവിടെ ഇരിക്കും. അപ്പോൾ സാക്രിസ്റ്റിയിൽ പോയിരിക്കും. ഉടനെ എണ്ണിച്ച് പോകില്ല, അവിടെ പോയിരിക്കും. അപ്പോൾ പോയി ഇവരുടെ കാപ്പി കൊണ്ടിട്ടും ഞാൻ അതവിടെ എടുത്ത് കൊടുക്കും. അത് കുടിച്ച് കിണ്ടും വരെ ഞാൻ പിതാവിനെ അവിടെ ഇരിക്കും. പിന്നെ കുർബാന കഴിഞ്ഞ് പിതാവ് ഇണ്ടിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ ഞാൻ ചെന്ന് പിടിക്കും, മുറിക്കൊണ്ടു. അങ്ങനെയായിരുന്നു എല്ലാ ദിവസവും കുർബാന ചൊല്ലുന്നില്ല. പിതാവിൻ്റെ അനുഭവം അതാ. അപ്പം നമുക്ക് ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് പ്രാർത്ഥന യേശു പിതൃസുതനെ എന്നുള്ളതിൻ്റെ സുറിയാനി എഴുന്നേൽക്കണമെന്നില്ല. ആദ്യം സുറിയാനി ചൊല്ലും, പിന്നെ മലയാളത്തിൽ ചൊല്ലും. നമ്മുടെ ഈ കുടുംബത്തിന് വേണ്ട അനുഗ്രഹങ്ങളും സഹായങ്ങളും എല്ലാം കർത്താവ് തന്നെ തരട്ടെ. കർത്താവാണ് നമ്മളുടെ രക്ഷകൻ, നമുക്ക് വേണ്ടതെല്ലാം തരുന്നത്. നമ്മളുടെ രോഗങ്ങളെല്ലാം മാറ്റുന്ന വൈദ്യനാണ്. നമുക്ക് വിശപ്പും ദാഹവും ഉള്ളപ്പോൾ അപ്പവും അതുപോലെ തന്നെ പാനീയവും ഒക്കെ തന്ന് നമ്മളെ ശക്തിപ്പെടുത്തുന്ന കർത്താവാണ്. സാത്താനെ ഓടിക്കുന്നത് കർത്താവ് തന്നെ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സഭ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. യേശു Bredabo Wilan Oduro Yeshu Rodem Mariam Wilan Setoro Yeshu Ayelan Yeshu Nataralan Yeshu Bateloi Mensho Menam
Lan Haubain Wahatohan Shuzalan Yen Atalan യേശു പിതൃസുതനെ ഞങ്ങളെ തുണയ്ക്കണമേ. യേശു മറിയസുതൻ ഞങ്ങളെ കാക്കണമേ. യേശു ബലമേകി, യേശു പാലിക്ക, യേശു ദോഷയെ ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. യേശു അകൃത്യവും പാപവും മോചിക്കുക. യേശു അവസാന ദിവസം ഞങ്ങളുടെ വിധികർത്താവായി ഞങ്ങളെ സഹായിക്കുക. പിതാവായ ദൈവത്തിന് സ്നേഹവും പുത്രനായ ദൈവത്തിന് പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ മാറിയുവാനും എല്ലാ പിതാക്കന്മാരുടെയും മധ്യസ്ഥവും ഈ കുടുംബത്തിന് ഓരോ അംഗത്തിനും ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും നമ്മുടെ പ്രിയപ്പെട്ട പരിചയർക്കും എപ്പോഴും നൽകപ്പെടട്ടെ. പ്രശ്നോദാബോ അമീൻ ഉദാദോ അമീൻ വധോഹായോ പ്രാദേശിക ആമേൻ. ആമീൻ ആമീൻ. Amen. ആചാര്യൻ ഏകുക പുണ്യം നാദാസോത്രം. നന്ദി